ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് പാൽ കപ്പയാണ്. കപ്പ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് ഈ പാൽ കപ്പയുടേത്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും തന്നെ ഇതിനോടകം തയ്യാറാക്കി കഴിച്ചിട്ട് കാണും. അപ്പോൾ കപ്പ ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും ഇനിയും ഇത് തയ്യാറാക്കാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 1.5 കിലോ കപ്പ അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ട് കപ്പ നെകക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഉപ്പുപൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 8 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കപ്പ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ കപ്പ തിളച്ച് കഴിഞ്ഞ് ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് വേകുന്ന കപ്പയാണേ. അപ്പോൾ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലെ വെള്ളം ഊറ്റിക്കളയാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഈ കപ്പ നന്നായിട്ട് വെന്ത് പൊടിയുന്ന ടൈപ്പ് കപ്പയാണ് കേട്ടോ. അതുപോലത്തെ കപ്പ കിട്ടുമ്പോഴാണ് നമ്മൾ ഈ പാൽക്കപ്പ പോലുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കി നോക്കേണ്ടത്. ഇത് കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഞെക്കി നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. ഇതുപോലത്തെ കപ്പയാണ് പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഇതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇത് ഇളക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി പരന്ന പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. മീഡിയം സൈസിലുള്ള 2 തേങ്ങയാണ് ഞാനിവിടെ പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. 2.5 ഗ്ലാസ് തേങ്ങാപ്പാലാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ 1.5 കിലോ കപ്പയ്ക്ക് ഞാനിവിടെ 2.5 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുന്നേ നമുക്കിതിലോട്ട് 3-4 പച്ചമുളക് ചതച്ചത്, 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഇതെല്ലാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യമേ പറഞ്ഞല്ലോ 1.5 കിലോ കപ്പയ്ക്ക് 2 മീഡിയം സൈസ് തേങ്ങ പിഴിഞ്ഞിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് ചേർത്താൽ പാൽക്കപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ 2-3 കിലോ കപ്പയൊക്കെയാണ് പാൽക്കപ്പ ഉണ്ടാക്കുന്നതിനായിട്ട് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് തേങ്ങാപ്പാൽ കൂടുതൽ ചേർത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഈ കപ്പ കിട്ടത്തുള്ളൂ. ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വെള്ളം കൂടുതൽ ചേർത്ത് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒരു കാര്യവുമില്ല. വെള്ളം മാക്സിമം കുറച്ചതിന് ശേഷം തേങ്ങാപ്പാൽ എടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം തേങ്ങാപ്പാൽ നന്നായിട്ട് ചൂടായി എന്ന് കണ്ടു കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് തിള വന്നു എന്ന് കണ്ടു കഴിയുമ്പോഴേക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം അല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കപ്പയിൽ അധികം കട്ടകളായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കപ്പകളൊക്കെ ഉടഞ്ഞു ചേരുന്നതാണ്. അത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്യുക. ഞങ്ങൾക്കിവിടെ കുറച്ച് കട്ടയായിട്ട് കടിക്കാനായിട്ട് കപ്പയുടെ കഷ്ണങ്ങൾ കിട്ടുന്നതാണ് താല്പര്യം. അതുകൊണ്ടാണ് ഇതുപോലെ കപ്പയുടെ കഷ്ണങ്ങൾ അതിൽ കാണുന്നത്. അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചാൽ അതിൻ്റെ കട്ടയൊക്കെ മാറി കിട്ടുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് കടുക് പൊട്ടിച്ച് ചേർക്കാം. കടുക് പൊട്ടിക്കുന്നതിനായിട്ട് ചീനിച്ചട്ടി ചൂടായി കഴിഞ്ഞപ്പോഴേക്കും 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ടേസ്റ്റ് കൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ കളറൊക്കെ ഇതുപോലെ ഗോൾഡൻ കളറിലോട്ട് മാറിക്കഴിയുമ്പോഴേക്കും 5-8 വറ്റൽ മുളകും കൂടെ നടുവേ ഒന്ന് മുറിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് അതും കൂടെ ചൂടായി കഴിയുമ്പോഴേക്കും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാൽ കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മിക്സിങ്ങും കൂടെ കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതുവരെയും നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. കപ്പ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.